ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ വർഷേനെയും അതുപോലെ ശ്രീകാന്തിനെയും രേവതിനെയാണ്. അങ്ങനെ വർഷ ആ ഒരു ചിക്കൻ കറിയൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു, ഞാനിത് കഴിച്ചു കഴിഞ്ഞിട്ട് ഡബ്ബിങ് സ്റ്റുഡിയോ കൊണ്ടുപോയി കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിച്ചു കഴിഞ്ഞ് ഉടനെ തന്നെ ഡബ്ബിങ് സ്റ്റുഡിയോയ്ക്കകത്ത് കയറി പോവുകയാണ്. അപ്പോൾ അവിടെ കയറി ചെന്നതും രേവതിക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അങ്ങനെ രേവതി അതിശയത്തോടു കൂടി ഇങ്ങനെ ചുറ്റും നോക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് വർഷ പറഞ്ഞു, എന്താ ഇഷ്ടപ്പെട്ടോ? ഇതാണ് ഡബ്ബിങ് സ്റ്റുഡിയോ. ദേ ഇതാരാണെന്നറിയാമോ? ഈ ഇരിക്കുന്നതാണ് സൗണ്ട് എഞ്ചിനീയർ. എഞ്ചിനീയറോ? എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ഈ വീട് പണിയുന്ന എഞ്ചിനീയർ അല്ലേ? അല്ല, സൗണ്ട് എഞ്ചിനീയർ. സൗണ്ട് ക്ലിയർ ചെയ്യുന്ന എഞ്ചിനീയർ. അപ്പോഴത്തേക്കും അവിടെ നിന്ന് ആ ഒരു എഞ്ചിനീയർ പറഞ്ഞു, അതേ വർഷ, എന്നാൽ പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ആ ഒരു ഡബ്ബും കൂടെ ചെയ്താലോ, ഡബ്ബിങ് കൂടെ ചെയ്താലോ എന്ന് പറഞ്ഞപ്പം, സാർ ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് പറ്റില്ല, എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഭയങ്കര ടയേർഡാണ്, അതുകൊണ്ട് ആ കുട്ടി എന്നാ വരുന്നതെന്ന് വെച്ചാൽ ആ കുട്ടീനെ കൊണ്ട് ഡബ്ബ് ചെയ്യിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അയ്യോ അങ്ങനെ പറയല്ലേ വർഷ, പ്ലീസ് വർഷ ഒന്ന് ചെയ്യ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ രേവതിനെ നോക്കിയിട്ട് വർഷ പറഞ്ഞു, ഒരു ഐഡിയ ഉണ്ട്. ദേ ചേച്ചിയുടെ സ്വരം നല്ലതല്ലേ, നമുക്ക് ചേച്ചീനെ കൊണ്ടൊന്ന് ഡബ്ബ് ചെയ്യിച്ചാലോ സാറേ, സാറിന് എന്താ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അല്ല വർഷയ്ക്ക് അങ്ങനെ ഒരു ഉറപ്പുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം എന്തിനാണ് നോക്കണത്, എനിക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, ഞാനോ ഡബ്ബ് ചെയ്യാനോ? എൻ്റെ പൊന്നു വർഷേ, എനിക്ക് ഒരു ABCD പോലും അറിയത്തില്ല ഇതിൻ്റെ, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അതൊന്നും അറിയേണ്ട കാര്യമില്ല. ചേച്ചിക്ക് വായിക്കാൻ അറിയില്ലേ, എഴുതാൻ അറിയില്ലേ? അതുമാത്രം മതി. എന്താ സമ്മതിച്ചോന്ന് ചോദിച്ചപ്പോൾ, എനിക്ക് വയ്യ, എനിക്ക് പേടിയാ, പ്ലീസ് വർഷ എന്ന് പറയുമ്പോഴത്തേക്കും ശ്രീകാന്തും പറഞ്ഞു, ചേച്ചി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിന് പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ, അയ്യോ ശ്രീകാന്ത്, ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും പറയണ്ട, ചേച്ചിയുടെ സ്വരം ഏതായാലും നല്ലതാ, ഏടത്തിയുടെ സ്വരം ഏതായാലും നല്ലതാ, അതുകൊണ്ട് ഏടത്തിന്ന് ട്രൈ ചെയ്ത് നോക്കുക ഏടത്തി എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും ശ്രീകാന്തിൻ്റെയും അവിടെ നിന്ന് ആ ഒരു സൗണ്ട് എഞ്ചിനീയറുടെയും വർഷയുടെയും ഒക്കെ നിർബന്ധപ്രകാരം രേവതിക്ക് ആ ഒരു ഡബ്ബിങ് ഏറ്റെടുക്കേണ്ടി വരികയാണ് കേട്ടോ. അങ്ങനെ രേവതി പറഞ്ഞു, അയ്യോ എൻ്റെ കയ്യും കാലൊക്കെ വിറയ്ക്കുകയെന്ന് പറഞ്ഞപ്പം, ഇന്ന് ചേച്ചീനെ കൊണ്ട് ഞാൻ ഡബ്ബ് ചെയ്യിപ്പിച്ചിട്ടേ വിടൂ എന്ന് നമ്മുടെ വർഷയും പറഞ്ഞു. അങ്ങനെ ആ ഒരു എഴുതിയ കടലാസൊക്കെ ഇങ്ങനെ നമ്മുടെ രേവതിയുടെ കൈ കൊടുത്തു കേട്ടോ. രേവതിയുടെ കൈ കൊടുത്തപ്പോഴത്തേക്കും, അയ്യോ വേണ്ട ചേച്ചി, അല്ല സോറി വർഷ, എനിക്ക് വേണ്ട വർഷ, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ദേ ഇവിടം വരെ വന്നല്ലേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ പറ്റൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഏതായാലും നമ്മുടെ രേവതിനെ കൊണ്ട് സമ്മതിപ്പിച്ചു. രേവതി ഒരു ടാസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായി. വല്ലാത്തൊരവസ്ഥയാണ് സത്യം പറഞ്ഞാൽ. രേവതി വിറച്ചാട്ടോ അവിടെ ഇരിക്കുന്നത്. അങ്ങനെ രേവതിനെ ആ ഒരു ഡബ്ബിങ് ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നമ്മുടെ വർഷ ഇരുത്തിയപ്പോഴത്തേക്കും തന്നെ വീണ്ടും പറയുന്നൊരു, വർഷ ഇത് വേണോ വർഷേ, പ്ലീസ് വർഷ, എന്നെ കൊണ്ട് പറ്റില്ല വർഷ എന്ന് പറയുന്നുണ്ട്. ദേ അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ദേ ഇതങ്ങോട്ട് വെച്ചേന്ന് പറഞ്ഞിട്ട് ആ ഒരു ചെവിയിലേക്ക് ആ ഒരു സംഭവം വെച്ചിട്ട്, ഇത് വെച്ചാലേ എഞ്ചിനീയർ പറയുന്നത് ദേ കേൾക്കാൻ പറ്റത്തുള്ളൂ, അതും കൊണ്ട് ഇത് വെക്കാൻ പറഞ്ഞു. അങ്ങനെ അത് വെച്ചു. ആ ഒരു കടലാസ് നോക്കിയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതി കിടുകിട വിറയ്ക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, വർഷേ പ്ലീസ് വർഷേ, എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ പൊക്കോട്ടെ വർഷേ, ദേ ഞാൻ പറഞ്ഞില്ലേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ, ചേച്ചീനെ കൊണ്ട് പറ്റും, ദേ ചേച്ചി ഒന്ന് ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞ് നമ്മുടെ വർഷ ദേഷ്യപ്പെട്ടു. ഏതായാലും ആ കടലാസ് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പേടിയാവുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല രേവതിക്ക് പേടിയാവുന്നത്. രേവതിക്ക് ആ ഒരു കടലാസ് നോക്കിയിട്ട് ചുമ്മാ ഇങ്ങനെ വായിച്ചു വിടുകയാണ്. അല്ലാതെ ഡബ്ബ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഷൗട്ട് ചെയ്ത് ദേഷ്യമാണെങ്കിൽ ദേഷ്യപ്പെട്ട്, സന്തോഷമാണെങ്കിൽ സന്തോഷം, അങ്ങനെയൊക്കെ ഫീൽ ചെയ്താണല്ലോ പറയേണ്ടത്. നമ്മുടെ രേവതി അതൊന്നും പറയാതെ ചുമ്മാ അതങ്ങ് വായിച്ചു വിട്ടു കേട്ടോ. അപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ രേവതി പറഞ്ഞു, വർഷ എന്നെക്കൊണ്ട് പറ്റുന്നില്ല വർഷ, സത്യമായിട്ട് ഇത് എന്നെക്കൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ വർഷ പറഞ്ഞു, സാരമില്ല പോട്ടെ, അതെ കുഴപ്പമൊന്നുമില്ല, പേടിക്കൊന്നും വേണ്ട കേട്ടോ, ഒന്ന് ചെറുതായിട്ട് ട്രൈ ചെയ്ത് നോക്കിയതല്ലേ ഉള്ളൂ, അതിന് പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ രേവതിനെ പൊക്കിക്കൊണ്ട് വന്നു കേട്ടോ. അങ്ങനെ രേവതിനെ പൊക്കിക്കൊണ്ട് വന്ന് വേറൊരു സ്ഥലത്തേക്ക് നമ്മുടെ വർഷ കൊണ്ടുപോവുകയാണ്. അങ്ങനെ വേറൊരു റൂമിലേക്ക് നമ്മുടെ വർഷ രേവതിനെ കൊണ്ടുപോയി ഇരുത്തിയിട്ട്, അതെ ചേച്ചി ഇവിടെ ഇരുന്നേ, ഞാനൊരു കാര്യം പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ രേവതി അവിടെ ഇരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ പറഞ്ഞു, ചേച്ചി എന്തിനാ പേടിക്കുന്നത്? ചേച്ചി പേടിക്കേണ്ട ഒരു കാര്യമില്ല, ഇത് കൂളായിട്ട് ചെയ്താൽ മതി, ഞാനില്ലേ കൂടെ, പിന്നെ ശ്രീകാന്ത് ഉണ്ടല്ലോ, പിന്നെ എന്തിനാ പേടിക്കുന്നത്? നമ്മളെ ഇങ്ങനെ ഫസ്റ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും കിട്ടുമ്പം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുകയല്ലേ ചെയ്യേണ്ടത്. ഞാൻ
ചേച്ചിയോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞ് നമ്മുടെ വർഷ ഒന്ന് രേവതിനെ ബ്രെയിൻ വാഷ് ചെയ്യുകയാണ് കേട്ടോ. മൊത്തം എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നു. അത് മ്യൂട്ട് ചെയ്ത് വെച്ചാട്ടോ കാണിക്കുന്നത്. കാരണം എന്താ പറയുക, ചിലപ്പോൾ ആ ഒരു പേടിയൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി ചെറിയ മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കുന്നത് വല്ലതും ആയിരിക്കും. ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറയുന്നതായിരിക്കും. ഏതായാലും വീണ്ടും നമ്മുടെ രേവതീനെ ആ ഒരു ഡബ്ബിങ് സ്റ്റുഡിയോയിൽ കൊണ്ട് നിർത്തി അതൊക്കെ ചെവിയിലൊക്കെ വെച്ച് കൊടുത്തു. അങ്ങനെ ആ ഒരു പേപ്പർ കയ്യിലൊക്കെ കൊടുത്തു. അങ്ങനെ രേവതി ആദ്യത്തെ ആ ഒരു പേടിയൊക്കെ മാറ്റി വെച്ചിട്ട് വീണ്ടും സംസാരിക്കാനായിട്ട് തുടങ്ങുകയാണ്. എന്നിട്ട് വർഷ പറഞ്ഞു, ഇതേ ആ മോണിറ്ററിൽ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം വായിക്കേണ്ടത്. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ചേച്ചി ഡബ് ചെയ്യേണ്ട ആ ഒരു സീനെന്ന് പറഞ്ഞാൽ എപ്പോഴും വഴക്ക് പറയുന്ന ഒരു അമ്മായിയമ്മ, ആ മരുമകൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട എന്ന് നിൽക്കുന്നത്. ഇന്ന് പക്ഷേ ആ അമ്മായിയമ്മയോട് ഈ പറയുന്ന മരുമകൾ ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ പോവാ. ഇന്ന് ദേഷ്യപ്പെടാൻ ഒരു അവസരം കിട്ടി. അപ്പം ആ അമ്മായിയമ്മയുടെ മനസ്സിൽ ദേഷ്യം ഉണ്ടായിരുന്ന എല്ലാം, ആ ഒരു ദേഷ്യം എല്ലാം ഒറ്റയടിക്ക് തീർക്കുകയാണ്. ഏതായാലും അത് ഓർത്തിട്ട് ഇതിലുള്ളതങ്ങ് പറഞ്ഞാൽ മതി. ഇനിയിപ്പോൾ ചേച്ചിയോട് ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. ചേച്ചിക്ക് ആരോടാണോ ഏറ്റവും കൂടുതൽ ദേഷ്യം, ആ ഒരു ദേഷ്യം തന്നെ നമ്മുടെ മനസ്സിൽ വിചാരിച്ച് ഇതങ്ങ് വായിച്ച് വിട്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഏതായാലും നമ്മുടെ രേവതി ഇങ്ങനെ വായിക്കുവാണ് കേട്ടോ. ദാ നോക്ക്, അമ്മായിയമ്മ എന്നുള്ളത് IPS IAS എന്ന പോലെയുള്ള വലിയൊരു പദവിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പതുക്കെ വായിച്ചു. അപ്പോഴത്തേക്കും വർഷ പറഞ്ഞു, ദേ ഇതുപോലെ പതുക്കെ അല്ല പറയേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, ഓപ്പണായിട്ട് പറയണം. നമ്മൾ ഡയലോഗ് പറയുമ്പോഴത്തേക്കും ആ ഒരു പഞ്ച് വേണം. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ദേഷ്യമുള്ളവരോട് സംസാരിക്കില്ലേ, അതുപോലെ ഇത് നോക്കിയിട്ട് പറയണം. ചേച്ചി ഓക്കെ അല്ലേ? ചേച്ചി ഒന്നുകൂടെ ശ്രമിച്ച് നോക്കാൻ പറഞ്ഞു. ഏതായാലും ദൈവങ്ങളെയൊക്കെ നമ്മുടെ രേവതി അങ്ങോട്ട് മനസ്സിൽ വിചാരിച്ചിട്ട്, സത്യം പറഞ്ഞിട്ടുണ്ട്, ദൈവങ്ങളെ മനസ്സിൽ വിചാരിക്കേണ്ട ചന്ദ്രനെ മനസ്സിൽ വിചാരിച്ചാൽ മതി. ചന്ദ്രനെ പറയുന്ന പോലെ അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ അതങ്ങ് നോക്കിയിട്ട് നമ്മുടെ രേവതി അങ്ങോട്ട് വെച്ച് കാച്ചാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ രേവതി ആ ഒരു ഡയലോഗ് പറയുക, ദാ നോക്ക്, അമ്മായിയമ്മ എന്നത് വെറും IPS IAS പോലെയൊന്നും ഒരു വലിയ പദവിയൊന്നും അല്ലല്ലോ. ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, അമ്മയെപ്പോലെ ആയിരിക്കണം അമ്മായിയമ്മ. ആ ഒരു സ്നേഹം എപ്പോഴും വേണം. മരുമക്കളെ മക്കളെ പോലെ കാണണം. അല്ലാതെ ദേ തെരുവ് നായകളെ പോലെയല്ല, നിങ്ങൾ മക്കളെ പോലെയല്ല, ഒരു വേലക്കാരിയായിട്ടാണ് എന്നെ കാണുന്നത്. അല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് എറിഞ്ഞുടയ്ക്കാനുള്ളൊരു കളിപ്പാട്ടം അല്ല ഞാൻ. എന്നോട് മര്യാദ കാണിച്ചാൽ തിരികെ ആ മര്യാദ നിങ്ങൾക്ക് കിട്ടും. ഇല്ലെങ്കിൽ ആ മര്യാദ ഞാൻ തരില്ല. നിങ്ങൾ പറയുന്നതിൻ്റെ 10 ഇരട്ടി നിങ്ങൾക്ക് അങ്ങോട്ട് കിട്ടാൻ പോവാ. അതാ, ക്ഷമിക്കുന്നതിനും ഒരു പരിധിയുണ്ട്. ഇനി അതില്ല. ഇനി ഒരിക്കലും ഞാൻ ക്ഷമിക്കില്ല. എന്നെ എന്തും പറയാനാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? എന്നെ അപമാനിക്കുന്നത് കരയിക്കുന്നതുമാണ് നിങ്ങൾക്ക് വിനോദം. അതിനുവേണ്ടി മാത്രമല്ല നിങ്ങൾ വാ പൊളിക്കുന്നത്. ഇനി അതിന് നടക്കില്ല. ഇനി അതിന് ഞാൻ നിന്ന് തരില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ, നമ്മുടെ വർഷയ്ക്കും അതുപോലെ തന്നെ സൗണ്ട് എഞ്ചിനീയറിനൊക്കെ വലിയ സന്തോഷമായിട്ടോ. കാരണം അതുപോലെ പഞ്ചായിട്ട് നല്ല സെറ്റപ്പായിട്ട് തന്നെ കേട്ടോ പറയുന്നത്. ഏതായാലും ഈ ഒരു സീന് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഇരുന്ന ഒരു സൗണ്ട് എഞ്ചിനീയറും വർഷയും ശ്രീകാന്തും ഒക്കെ കൈകൊട്ടിട്ടോ. കൈകൊട്ടി ഉടനെ തന്നെ നമ്മുടെ രേവതിക്ക് മനസ്സിലായി, രക്ഷപ്പെട്ടു, ഏതായാലും ഞാൻ ചെയ്തത് ഏതായാലും നന്നായി എന്ന് മനസ്സിലായി. അപ്പോഴാണ് സത്യം പറഞ്ഞാൽ രേവതിയുടെ ആ ഒരു മനസ്സിലെ പേടിയൊക്കെ മാറിയത്. അങ്ങനെ വർഷം ഓടി വന്നിട്ട് പറഞ്ഞു, ദേ ചേച്ചിക്ക് നല്ല ടാലൻ്റ് ഉണ്ട് കേട്ടോ. ദേ ചേച്ചി ഇത് തുടർന്നാൽ നല്ലൊരു ഡബ്ബിങ് ആർട്ടിസ്റ്റായിട്ട് മാറും കേട്ടോ. ദൈവമേ, അങ്ങനെയൊന്നും പറയല്ലേ വർഷേ, ഞാൻ പേടിച്ചിട്ടാണ് ചെയ്തത്. എനിക്കിതങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ദേ ഇപ്പം ഞാൻ പറഞ്ഞതൊക്കെ ആ ഒരു സ്ത്രീ പറയുന്ന പോലെ ആയിട്ട് മാറുമല്ലേ? അതേന്നേ, ഇതൊക്കെ ആ സീരിയലിൽ ശബ്ദമായിട്ട് വരും. അല്ല ചേച്ചി ഇപ്പം ഡബ് ചെയ്ത് ചേച്ചിക്ക് കാണണോ? എനിക്കൊന്ന് കാണണം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ വർഷ സൗണ്ട് എഞ്ചിനീയറോട് പറഞ്ഞു, അതെ സാർ, അതൊന്ന് പ്ലേ ചെയ്ത് കാണിക്കുമെന്ന് ചോദിച്ചപ്പോൾ അതിനിപ്പോൾ എന്താ കാണിക്കാമല്ലോ എന്ന് പറഞ്ഞു. ഏതായാലും നമ്മുടെ രേവതി അത് കണ്ടു. രേവതിക്ക് ഇത് ആദ്യത്തെ എക്സ്പീരിയൻസ് തന്നെയാണല്ലോ. രേവതി വല്ലാണ്ട് സന്തോഷത്തിലാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രീകാന്തിനോട് പറയുക രേവതി, വർഷം വളരെ നല്ല കുട്ടിയല്ലേ? അതെ, അവൾ നല്ല കുട്ടിയാ ചേച്ചി ഏടത്തി എന്നിങ്ങനെ നമ്മുടെ ശ്രീകാന്തും പറഞ്ഞു. ശ്രീകാന്തിനൊരു ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ വർഷയോട്. ഓരോ ദിവസം ചെല്ലുന്നവരും ആ ഒരു ഇഷ്ടം കൂടി വരികയാണ്. അപ്പോൾ ഈ ഒരു സീനൊക്കെ കാണുമ്പോഴത്തേക്കും, ഈ ഒരു ആ ഒരു രേവതിയോടുള്ള ആ ഒരു സ്നേഹമൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്തിന് വർഷയോടുള്ള ആ ഒരു സ്നേഹം കൂടി വരുന്നുണ്ട്.
പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതി നേരെ ദേവുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ ദേവുവിനോട് പറഞ്ഞു ഞാൻ ഡബ് ചെയ്തെന്ന്. അപ്പം ദേവു ചോദിച്ചു ചേച്ചി ഡബ് ചെയ്തെന്നോ? ആ സത്യമാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഡബ് ചെയ്തു. വർഷ എന്നെ പഠിപ്പിച്ചത്. വർഷയോ? ആ പേപ്പറിലെ കുറേ ഡയലോഗൊക്കെ ഉണ്ടായിരുന്നടി, ഒരു വിധം ഞാനത് പറഞ്ഞു മോളെ. അതിനകത്ത് കയറിയപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഞാൻ ആദ്യം പേടിച്ചു പോയി. എൻ്റെ ചങ്ക് പടപടാ ഇടിക്കുമായിരുന്നു. വർഷം എങ്ങനെ ഈ ജോലി എടുക്കണം, സമ്മതിക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവ് പറഞ്ഞു വർഷം നല്ല കുട്ടിയല്ലേ? അതെ നല്ലവളാ, എനിക്ക് അവളെ വലിയ ഇഷ്ടമായി, നല്ല സ്നേഹമുള്ളവളാ. അവൾ സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പം അദ്ദേഹം ജയിലിൽ കിടക്കുമായിരുന്നല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവ് പറഞ്ഞു അപ്പോൾ സച്ചേട്ടൻ വീട്ടിൽ കാണുമല്ലോ, വണ്ടി കിട്ടാൻ കുറേ നാൾ എടുക്കില്ലേ? വേറൊരു കാർ ഓടിക്കുക, സ്വന്തം കാറെന്ന് വെച്ചാൽ ജീവനാ. പാവം തോന്നുക, നല്ല വിഷമത്തിലാണ് ദേവും. അച്ഛമ്മയുടെ അടുത്ത് പോയി വന്നതിന് ശേഷം രണ്ടുപേർക്ക് നല്ല മാറ്റം ഉണ്ടല്ലേ എന്നിങ്ങനെ ദേവ് പറഞ്ഞപ്പം നിനക്കും തോന്നിയല്ലേ? എന്താ പറയുക, അച്ഛമ്മയുടെ അടുത്ത് പോയപ്പം ഞങ്ങൾ രണ്ടുപേരും മിക്ക സമയം ഒരുമിച്ചായിരുന്നില്ലേ? ആ ഒരു സമയത്ത് എന്തോ എനിക്ക് നന്നായിട്ട് അദ്ദേഹത്തെ അറിയാൻ സാധിച്ചു. അമ്പലത്തിൽ പോക്കും നാട് ചുറ്റലൊക്കെ ആയിട്ട് ദിവസം പോയതേ അറിഞ്ഞില്ല ദേവു. അദ്ദേഹത്തെ അടുത്തറിയാനും കൂടുതൽ മനസ്സിലാക്കാനും എനിക്ക് സാധിച്ചു എന്ന് വേണം പറയാനും. നല്ല മനസ്സിനുടമേ അദ്ദേഹത്തിന്. അപ്പം തുടങ്ങിയല്ലേ ലവ് ലവ് ലവ്, സ്നേഹം, പ്രണയം. പോടിയൊന്നും അവിടെ നിന്ന് അങ്ങനെയൊന്നുമില്ല. അപ്പം അതില്ലേ? അത് പിന്നെ അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല എന്ന് പറഞ്ഞു. മനസ്സിലായി ദേവു വേണ്ട കേട്ടോ, നിനക്ക് കുറച്ച് വലിയ വർത്താനം കൂടുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇവരിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കുമാണ് നമ്മുടെ ഗജാനന്ദൻ വരുന്നത്. അങ്ങനെ ഗജാനന്ദൻ വന്ന് ഇവരുടെ ഫ്രണ്ടിൽ വണ്ടി അങ്ങോട്ട് നിർത്തുകയാണ്. എന്നിട്ട് പതിയെ ഇങ്ങ് ഗജാനന്ദൻ ഇറങ്ങി വന്നു കേട്ടോ. രേവതിക്കും ദേവുവിനും വലിയ ദേഷ്യം വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഗജാനന്ദൻ ഇറങ്ങി വന്നിട്ട് എന്താണ് രേവതി, സുഖം തന്നെയല്ലേ? അല്ല ഇത് എവിടെ പോകുന്നു? എന്നെ തേടി വന്നതാണോ? കാശിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടോ നിനക്ക്? മുമ്പൊക്കെ ഞാൻ നിന്നെ തേടി വരാറാണല്ലോ പതിവ്. പക്ഷേ ഇപ്പം എന്തു പറ്റി എന്നെ തേടി വരുന്നത്? കാശിൻ്റെ ആവശ്യം കാണുമല്ലേ? അല്ല കെട്ടിയൊരു പോലീസ് വക്കീന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ, ശരിയാണോ? എന്തോ കഞ്ചാവ് കേസ്. അവൻ വലിയ കഞ്ചാവുകാരനല്ലേ? എന്തിനാ നീ അവൻ്റെ കൂടെ പോയത്? നിന്റെ ഭാവി പോയില്ലേ രേവതി? നിനക്ക് എന്നെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചാൽ പോരായിരുന്നോ? ജോലിയൊന്നും ഇല്ലാത്തവനിപ്പോൾ വീട്ടിലിരിപ്പായിരിക്കൂലേ? കാറങ്ങാണ്ട് വർക്ക്ഷോപ്പിലാണെന്ന് കേട്ടു. നിന്നെ കാശിന് വേണ്ടി പറഞ്ഞു വിട്ടതാണോ? അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി നിർത്തടാ, ആർക്ക് വേണോടാ നിന്റെ കാശ്? ഞാനൊരു കാര്യം പറയാം. അദ്ദേഹത്തെ പോലൊരു ആൺകുട്ടിയുടെ ഭാര്യ ആയതിലേ ഞാൻ അഭിമാനിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കൈയുടെ ചൂട് നന്നായിട്ട് അറിഞ്ഞവനല്ലേടാ നീ. എന്നിട്ട് നീ പഠിച്ചില്ലല്ലേടാ, എന്നിട്ട് ഇറങ്ങിയേക്കും അവൻ. അദ്ദേഹത്തിൻ്റെ കാറ് പോലീസ് പിടിക്കാൻ കാരണമേ നീയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കാറിൽ കഞ്ചാവ് വെച്ച് അദ്ദേഹത്തെ ചതിച്ചത് നീയല്ലേ? എന്നിട്ട് വന്ന് നാടകം കളിക്കുന്നോ? എന്താടാ നീ നോക്കുന്നത്? അല്ല തൻ്റെ 2 കിങ്കരന്മാരെ ഉപയോഗിച്ചല്ലേ അത് ചെയ്തത്? തെളിവുണ്ടോ ഞങ്ങളുടെ കയ്യിൽ എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഗജാനന്ദൻ പറഞ്ഞു അതെ ഞാനാ ചെയ്തത്. എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒരു വെറും കാർ ഡ്രൈവർ എൻ്റെ ദേഹത്ത് കൈവച്ചു. ഞാൻ വെറുതെ ഇരിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? നല്ല പണി അങ്ങോട്ട് കൊടുത്തു. ഞാൻ ആരാണെന്ന് ഇപ്പം നിനക്ക് മനസ്സിലായല്ലോ. വീമ്പ് പറയാലോ ഗജാനന്ദ. താൻ ചെയ്തതാണെന്ന് അദ്ദേഹത്തിന് ഇതുവരെ അറിയില്ല. ഞങ്ങൾക്കറിയാം, ഊഹിക്കാലോ തനിക്ക്. അദ്ദേഹം അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുമെന്ന്. 2 തവണ സച്ചേട്ടൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതൊക്കെ താൻ മറന്നോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ദേവും പറഞ്ഞു നാണോ ഉണ്ടോ? അന്ന് അടി തന്നപ്പം റോഡിൽ കിടന്ന് നിലവിളിച്ചത് ഓർമ്മയില്ലേ? എൻ്റെ സച്ചേട്ടനുണ്ടല്ലോ ഒരു പവറുള്ള മനുഷ്യനാ, അതും ആണത്തുള്ള മനുഷ്യനാ, കണ്ടു പഠിക്കടാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഗജാനന്ദൻ്റെ ദേഷ്യം വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു താനാണത് ചെയ്തതെന്ന് ഒരു സംശയവും അദ്ദേഹത്തിന് ഇപ്പം ഇല്ല. പക്ഷെ താനാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ പിന്നെ താൻ ജീവനോടെ കാണുന്നത് തനിക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. എന്താടോ ചിരിച്ച് പേടിയില്ലെന്ന് അഭിനയിക്കുകയാണോ എന്ന് ചോദിച്ചു നമ്മുടെ ഗജാനന്ദൻ ചിരിച്ചപ്പം. അങ്ങനെ രേവതി പറഞ്ഞു ചിരി കൊണ്ട് ഭയത്തെ മറയ്ക്കൊന്നും വേണ്ട കേട്ടോ, ഞാൻ തന്നെ ദാനമാണ് തൻ്റെ ഈ ജീവിതം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഇടി എന്ന് വിളിച്ചു നമ്മുടെ ഗജാനന്ദൻ. അപ്പോൾ രേവതി പറഞ്ഞു ഇനി അങ്ങനെ വിളിച്ചു പോകരുത്, താൻ ഒച്ച വെച്ചാൽ ഞാനങ്ങ് പേടിച്ചു പോകുമെന്ന് കരുതിയോ? ഒരിക്കലും പേടിക്കില്ല. അതിന് വേറെ ആളെ നോക്കണം താൻ. എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ ഉണ്ട്, ആ ഒരു ധൈര്യം എപ്പോഴും എനിക്കുമുണ്ട്. പിന്നെ നിന്നോടുള്ള ദയ കാരണമാണ് അദ്ദേഹത്തോട് ഞാൻ സത്യം പറയാതിരിക്കുന്നതെന്ന് നീ കരുതണ്ട.
ദേഷ്യത്തിന് അദ്ദേഹം എന്തെങ്കിലും നിന്നെ ചെയ്താൽ അദ്ദേഹത്തിൻ്റെ ജീവിതം തീരും, ജയിലിൽ പോയി കിടക്കും. അതുകൊണ്ട് മാത്രം നിൻ്റെ പേര് ഞാൻ പറയാത്തത്, അല്ലാതെ നിന്നോടുള്ള ദയോ സ്നേഹമോ ഒന്നും കൊണ്ടല്ല. കാറിൽ കഞ്ചാവ് കടത്തിയത് ആരാണെന്ന് അറിഞ്ഞാലേ പിന്നെ അവരെ എണീറ്റ് നടക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മരിച്ച് ജീവിക്കേണ്ടി വരും തനിക്ക്. അതുകൊണ്ട് വെറുതെ ഇങ്ങനെ വന്ന് മനുഷ്യനെ പേടിപ്പിക്കാതെ മര്യാദയ്ക്ക് ജീവിച്ചോണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ഗജാനന്ദൻ ചിരിക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പം രേവതി പറഞ്ഞു, ഇപ്പം ചിരിയൊക്കെ മാറിയോ? തന്നെ ശിക്ഷിച്ചതിൻ്റെ പേരിലെ അദ്ദേഹത്തിൻ്റെ ജീവിതം ഇല്ലാതാക്കാൻ ഞാൻ സമ്മതിക്കില്ല. അദ്ദേഹം എൻ്റെ ജീവനാ, എൻ്റെ മുഖ്യമാണ്, ഞാൻ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന എൻ്റെ ജീവിതത്തിലെ സൗഭാഗ്യമാണ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവ് പറഞ്ഞു, സച്ചേട്ടൻ ഇത് അറിഞ്ഞാൽ തനിക്കറിയാലോ, കടം കൊടുക്കുന്ന നിന്നെ ഉണ്ടല്ലോ പിച്ചെടുക്കുന്ന രൂപത്തിലാക്കും. അതുകൊണ്ട് മര്യാദയ്ക്കിരുന്നോ. എൻ്റെ സച്ചേട്ടൻ ആരാണെന്ന് നന്നായിട്ട് നിനക്കറിയാലോ. താൻ ചെയ്തത് ചെയ്തു, ഇനി ഞങ്ങളുടെ പുറകെ വരരുത്. ഞങ്ങൾ അധ്വാനിച്ച് ജീവിക്കുന്നവരാ, തന്നെപ്പോലെ പണത്തിന് വേണ്ടി പോയി ഓടി നടന്ന് വേറെ ഒന്നും ചെയ്ത് പൈസ ഉണ്ടാക്കുന്നവരല്ല. പണമില്ലെങ്കിലും പലതും ഞങ്ങൾക്ക് നിന്നേക്കാളും നല്ല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് താൻ മര്യാദയ്ക്കിരുന്നില്ലെങ്കിൽ അത് വലിയ ആപത്തിൽ ചെന്ന് അവസാനിക്കും. അതുകൊണ്ട് പോയി ജോലി നോക്കടോ, പിച്ച എടുക്ക് പോയി, അല്ലെങ്കിൽ നീ പിച്ച എടുക്കുന്നത് ഞങ്ങൾ കാണൂടാ എന്ന് പറഞ്ഞിട്ട് രേവതി നമ്മുടെ ദേവും കൂടെ അങ്ങ് പോയിട്ടോ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം ഗജാനന്ദൻ്റെ തലയ്ക്കകത്ത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂടിങ്ങിട്ട് ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ ഗജാനന്ദൻ്റെ കൂട്ടാളി അടുത്തിരിപ്പുണ്ട്. അപ്പോഴത്തേക്കും കൂട്ടാളി പറഞ്ഞു, ഇതെന്താ അവരങ്ങനെ സംസാരിക്കുന്നത്, ബോസിനെ ആർക്കും പേടിയില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരെണ്ണം കൊടുത്തു നമ്മുടെ ഗജാനന്ദൻ അയാൾക്കിട്ട്. മിണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. ഏതായാലും നമ്മുടെ ഗജാനന്ദൻ കൈയൊക്കെ ഇങ്ങനെ ചുരുട്ടി കയറ്റിയൊക്കെ വെച്ചിട്ട് വണ്ടിക്കകത്തേക്ക് അങ്ങ് കയറിയിട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗജാനന്ദൻ ഒന്നുമല്ലാതായി പോയി എന്ന് പറയുന്നതാണ് നല്ലത്. കാരണം അതുപോലെ വെന്തുരുകി പോകുന്ന ഒരവസ്ഥയാണ് ഗജാനന്ദൻ ഉണ്ടായത്. പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതി പച്ചക്കറിയൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയും ഭാമയും അതുപോലെ തന്നെ ശ്രുതിയും കൂടെ കല്യാണ സാരിയും അതുപോലെ ആഭരണങ്ങളൊക്കെ എടുത്തിട്ട് വന്നു. അങ്ങനെ നമ്മുടെ ഭാമ പറയും, നിന്നെ സമ്മതിക്കണം, വേറൊരാൾ എടുക്കാനിരുന്ന സാരിയല്ലേ നീ പെട്ടെന്ന് തട്ടിപ്പറിച്ചെടുത്തത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അതെ, കണ്ടപ്പോൾ തന്നെ എനിക്കൊരു ഒത്തിരി ഇഷ്ടമായി, അതാ ഞാനിതങ്ങ് എടുത്തത്. മരുമോളെ മനസ്സിന് പിടിച്ചതുപോലെ ഈ പുടവി എൻ്റെ മനസ്സിന് പിടിച്ചതേ ഞാൻ എത്രയും പെട്ടെന്ന് സ്വന്തമാക്കും. അത് ഭാമയ്ക്ക് അറിയില്ലേന്ന് ചോദിച്ചു. അറിയാം, അതുകൊണ്ടാണല്ലോ ശ്രുതിനെ നീ സ്വന്തമാക്കിയെന്ന് പറഞ്ഞു. അപ്പം ചന്ദ്ര ചിരിച്ചിട്ട് പറഞ്ഞു, മോളെ ശ്രുതി, ഇതേ നിനക്ക് നന്നായിട്ട് ചേരുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആദ്യം സെലക്ട് ചെയ്തതല്ലേ, എങ്ങനെ നന്നാവാതിരിക്കും, ഇത് നല്ലത് തന്നെയാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, ഇതെടുത്തു കഴിഞ്ഞാലേ മഹാലക്ഷ്മീനെ പോലെ ഇരിക്കും എന്നും ഇങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയും പറഞ്ഞു, സൂപ്പറായിട്ടുണ്ട്, ഏതായാലും നല്ലതാന്ന് പറഞ്ഞു സാരി. അങ്ങനെ നമ്മുടെ ചന്ദ്ര അവിടെ ഇരുന്ന് സ്വർണ്ണാഭരണങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് വേറൊരു സാരി എടുത്തിട്ട് ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കി. ഇതും കൊള്ളാം, ഇതും സൂപ്പറാണ്, എല്ലാ കളറും മോൾക്ക് ചേരും, നന്നായിട്ട് ചേരും എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ രേവതി അവിടെ ഇരിപ്പുണ്ടല്ലോ, രേവതിനെ നോക്കിയിട്ട് പറഞ്ഞു, ചിലവർക്ക് ഇതൊന്നും ചേരില്ല, നല്ല പട്ട് സാരി ഉടുപ്പിച്ചാലും അവർക്കെന്നും കുപ്പയിൽ കിടക്കുന്ന ഈ അഴുക്ക് സാരിയില്ലേ അതൊക്കെ ചേർത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്ക് എന്തോ പോലെ ആയിട്ടോ. അങ്ങനെ രേവതിനെ കാണിച്ച് ഇന്നത്തെ സീൻ അവസാനിക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. എൻ്റെ തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ, എന്താണെന്നറിയില്ല, ഭയങ്കര തൊണ്ടവേദനയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ തെറ്റുകുറ്റങ്ങളും ശ്വാസം എടുക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ നമ്മുടെ പുതിയ ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റി കൊടുത്തിട്ടുണ്ട്, ഒന്ന് പോയി നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അപ്പോൾ അടുത്ത വിശേഷമായിട്ട് വരാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.